ശ്രീ പി ഉബൈദുള്ള 7 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കും. സർ, കേരള ജനതയ്ക്ക് വലിയ ആശ്വാസകരമായൊരു വാർത്ത പങ്കുവെക്കുന്നു എന്ന ആമുഖത്തോടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ പ്രധാന വാർത്ത സർ. പിന്നീട് അങ്ങോട്ടുള്ള വായനയിലൊന്നും ആ വാർത്തയുടെ പ്രാധാന്യം നമ്മൾ വേണ്ടത്ര കണ്ടില്ല സർ. സർ, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റു ഗുരുതര രോഗം ബാധിച്ച് കിടപ്പിലായവരെയും പരിചരിക്കുന്നവർക്ക് മാസാന്തം 600 രൂപ നൽകി വരുന്ന ആശ്വാസകിരണം പദ്ധതി 19 മാസമായിട്ട് കുടിശ്ശികയാണ് സർ. ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ ഗവൺമെൻറ് കരകയറിയെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് അതല്ല സർ. സർ, ക്ഷേമ പെൻഷൻ തുക കൂട്ടും എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അത് കൂട്ടിയില്ല എന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു കാര്യം പോലും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞില്ല സർ. സർക്കാർ ജീവനക്കാരുടെ DA കൊടുത്തൂടെ? ശമ്പള പരിഷ്കരണ കുടിശ്ശിക PF ലയിപ്പിക്കും എന്നാണ് സർ പറഞ്ഞത്. സാമ്പത്തിക ധനസ്ഥിതി മെച്ചപ്പെട്ടുവെങ്കിൽ അത് PF ലയിപ്പിക്കാതെ അവർക്ക് ലീവ് സറണ്ടർ ഉൾപ്പെടെ പണമായി നൽകിക്കൂടെ സർ? സർ, നമ്മുടെ കരാറുകാർക്ക് നൽകാനുള്ള പണം നമുക്ക് ഈ ഘട്ടത്തിൽ എത്രയും വേഗം നൽകിക്കൂടെ? ഇതൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും പട്ടികജാതി വിഭാഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ പാടെ വെട്ടിക്കുറക്കുകയാണ് സർ ഇവിടെ ചെയ്തത്. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതിക്കും പഠനമുറി നിർമ്മാണത്തിന് വകയിരുത്തിയിരുന്ന 222 കോടി ധനസഹായം 173 കോടിയാക്കിയാണ് സർ വെട്ടിച്ചുരുക്കിയത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ 9 സ്കോളർഷിപ്പുകളും 50% വെട്ടിക്കുറച്ചു സർ. വഖഫ് ബോർഡിന് ഒരു ആനുകൂല്യവും ഒരു ഗ്രാൻറ്റും ഈ ബജറ്റിൽ പറഞ്ഞിട്ടില്ല സർ. അതിന് പുറമെയാണ് സർ ഭിന്നശേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരുന്ന 3% സംവരണ അനുപാതം 4%-ആയി ഉയർത്തിയതിൻ്റെ ഭാഗമായി സഹകരണ വകുപ്പിൽ മുസ്ലിം കോട്ടയിൽ നിന്ന് 2 തസ്തിക വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർ. ഇപ്പോൾ ഇവിടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സംവരണം 4-ൽ നിന്ന് 5 ഉയർത്തണം എന്നാണ് സർ ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ അത് ഇപ്പം ഏതെങ്കിലും വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംവരണാനുകൂല്യത്തിൽ നിന്ന് കവർ നിർത്തുകൊണ്ടാകരുത്. ഈ തരത്തിലുള്ള സഹകരണ വകുപ്പിൻ്റെ ധിക്കാരപരമായിട്ടുള്ള നിലപാടിനെതിരായി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 19-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ് സർ. ഇവിടെ സർ കേന്ദ്ര സംസ്ഥാന അതിന് പ്രസിഡന്റ് ആരാന്ന് ചോദിക്കണ്ട, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് അവഗണന കാണിക്കുന്നു എന്ന് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ. ഇന്ന് രാവിലെയും ചോദ്യോത്തര വേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനെതിരായി യോജിച്ച പ്രക്ഷോഭമാണെന്ന് പറഞ്ഞു. സർ, UDF-ന്റെ MP-മാർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കേരളത്തോടുള്ള അവഗണനക്കെതിരായി അതിശക്തമായ പോരാട്ടമാണ് സർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി എങ്ങനെ സർ യോജിച്ച് ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ പോരാട്ടം നടത്തും? നിങ്ങൾ കാണിക്കുന്നത് കടുത്ത അവഗണനയല്ലേ? ഇവിടെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തുള്ള മെമ്പർമാർക്കുള്ള മണ്ഡലത്തിൽ കൊടുത്തതിനേക്കാൾ 4-5 ഇരട്ടിയല്ലേ സർ ഭരണപക്ഷത്തുള്ള MLA-മാരുടെ മണ്ഡലങ്ങളിൽ കൊടുത്തത്? ഇതിനെതിരെ ആരോടാണ് സർ സമരം ചെയ്യേണ്ടത്? സർ, ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ പ്രതിപക്ഷത്തുള്ള അംഗങ്ങൾക്ക് കൊടുത്തത് 4 കോടി രൂപ, ഭരണപക്ഷത്തിന് 10-15 കോടി രൂപ. ഈ അവഗണനക്കെതിരായി നമ്മൾ ശബ്ദിക്കേണ്ട സർ. അപ്പോൾ കേന്ദ്ര അവഗണനക്കെതിരായി സമരം ചെയ്യാനും ശബ്ദം ഉയർത്താനും ധാർമ്മികമായ അവകാശം ഇടതുപക്ഷ മുന്നണി സർക്കാരിന് ഇല്ല എന്നാണ് സർ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് സർ ഈ മണ്ഡലങ്ങളോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത്? സർ, അങ്ങ് എന്നെപ്പോലെ നിഷ്കളങ്കനായ ഒരാളാണ് എന്ന് എനിക്കറിയാം സർ. അതുകൊണ്ടാണ് അങ്ങ് പ്രസംഗത്തിൽ ഇടയ്ക്കിടെ കൊട്ടാരക്കര, കണ്ണൂർ, തളിപ്പറമ്പ്, പിന്നെ ധർമ്മടം, പിന്നെ അതിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടത് അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട്. അല്ലാതെ അത് പറയാതെ തന്നെ വേണമെങ്കിൽ അങ്ങേക്കത് ചെയ്യാമായിരുന്നു സർ. അപ്പോൾ അത് പകരം ഇതിടക്കിടക്ക് ആവർത്തിച്ച് ഞങ്ങളൊക്കെ പരിപൂർണമായി അവഗണിക്കാൻ സർ ചെയ്തിട്ടുള്ളത്. സർ, കേരളത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജില്ലയാണ് സർ ഞാൻ വരുന്ന മലപ്പുറം ജില്ല. ആ 16 നിയമസഭാ അംഗങ്ങളാണ് സർ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ മന്ത്രി. അങ്ങ് ധനകാര്യമന്ത്രി നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് സ്തുതിയായിട്ട് കണക്കാക്കാമായിരുന്നു. എന്നെപ്പോലെ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞത് ഒരു നിന്ദാസ്തുതിയല്ലേ? അല്ല പിന്നെ എൻ്റെ നിഷ്കളങ്കതയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞറിയിക്കണ്ടേ? ആരോടാ പറയും? അത് ആരാ പിന്നെ ഇവിടെ പറയുന്നോട്? അപ്പം ഞാൻ അദ്ദേഹത്തെ പോലെ ശുദ്ധനായതുകൊണ്ടൊക്കെ പറയണേ. ഞാൻ പറഞ്ഞ
16 നിയമസഭാ സാമാജികരാണ് സർ മലപ്പുറം ജില്ലയിൽ നിന്ന് പറയുന്നത്. നമ്മൾ കേന്ദ്രം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ച പോലെ മലപ്പുറം കേരളത്തിലല്ലേ എന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കണം സർ. മലപ്പുറം ജില്ലയിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു വികസന പദ്ധതിക്കും ഫണ്ട് നീക്കി വെച്ചില്ല. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ റവന്യൂ അസംബ്ലി 2-3 വർഷം വളരെ ഭംഗിയായി നടത്തി, നല്ല തുടക്കമായിരുന്നു. പക്ഷേ ആ റവന്യൂ അസംബ്ലിയിൽ ഉയർന്നു വന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് റവന്യൂ ടവർ നിർമ്മാണം. ആ റവന്യൂ ടവർ നിർമ്മാണത്തിന് ടോക്കൺ പെർമിഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന് ഫണ്ട് വെക്കണം സർ. മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന്റെ കാര്യം നിരന്തരമായി അഡ്വക്കേറ്റ് യു ലത്തീഫ് MLA ഈ സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മെഡിക്കൽ കോളേജിന്റെ കാര്യം ഒരു പരാമർശം ഉണ്ടായില്ല. മെഡിക്കൽ കോളേജിനോട് ഈ സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 22-ാം തീയതി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ലോങ് മാർച്ച് നടത്തുകയാണ് സർ. മലപ്പുറം KSRTC ഡിപ്പോയുടെ പണി പൂർത്തീകരണത്തിന് വേണ്ടി 5 കോടി രൂപ അനുവദിക്കും എന്ന് കഴിഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ബജറ്റ് മറുപടി പ്രസംഗത്തിൽ മലപ്പുറം KSRTC ഡിപ്പോയുടെ പണി പൂർത്തീകരണത്തിന് 5 കോടി രൂപ അനുവദിക്കും എന്ന് അങ്ങ് ഈ സഭയിൽ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ പ്രഖ്യാപനം കഴിഞ്ഞ് 1 വർഷമായിട്ടും PWD ബിൽഡിംഗ്സിലെ ഉദ്യോഗസ്ഥന്മാർ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോലും തയ്യാറായിട്ടില്ല സർ. അതായത് പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ സഭയിൽ പറയുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് ധനമന്ത്രി ബജറ്റ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞാൽ പിന്നെ അതിന് 20% മാറ്റിവെച്ചാലേ എസ്റ്റിമേറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥന്മാർ തിരുത്തിക്കാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാനും ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം എന്നാണ് സർ എനിക്കിവിടെ പറയാനുള്ളത് സർ. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ 21% മലയാളികളുടെ സർ. നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് നാം എല്ലാവരും വിശേഷിപ്പിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി കോടികൾ മുടക്കി 3 ലോക കേരള സഭകൾ നടത്തി പ്രഭാഷണം കേൾപ്പിച്ച് വിട്ടയച്ചു എന്നല്ലാതെ എന്ത് പദ്ധതിയാണ് സർ പുതുതായി പ്രവാസികൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയത്? ഇനി ഇപ്പൊ പറയുന്നത് ലോക കേരള സഭ കഴിഞ്ഞ് ഇനി ലോക കേരള കേന്ദ്രം വരുന്നു എന്നാ സർ. ലോക കേരള കേന്ദ്രം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രഖ്യാപനം നടത്തി വീണ്ടും പ്രവാസികളെ കബളിപ്പിക്കണോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും ആലോചിക്കണം സർ. സർ, ഒറ്റ കാര്യം, യൂസ്ഡ് വാഹന വിപണന മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന വലിയ ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് സർ. അവർക്ക് സർ ഈ 5ഉം 10ഒക്കെ വാഹനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്നവർക്കും 5 വർഷത്തേക്ക് ഒരുമിച്ച് 25,000 രൂപ ഫീസ് അടക്കണം എന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. ഇത് വർഷത്തിൽ 5,000 ആക്കി ഓരോ വർഷവും വെവ്വേറെ അടക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തിയാൽ അവർക്ക് സഹായകരമാവും സർ. അതോടൊപ്പം സർ നമ്മുടെ ഈ RC ഇപ്പോൾ നമ്മുടെ RT ഓഫീസിലില്ല. 245 രൂപ ഫീസ് അടച്ചിട്ടും മാസങ്ങളോളം RC ബുക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരികയാണ്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ പൊതുവായ സ്ഥിതി എന്നൊക്കെ പറയും സർ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അങ്ങ് പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നടന്നില്ല സർ. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പറഞ്ഞിരുന്നു എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരിൽ സാംസ്കാരിക സമുച്ചയം ഉണ്ടാക്കുന്നു. ആ സാംസ്കാരിക സമുച്ചയങ്ങളുടെ കൂട്ടത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുഹമ്മദ് റഹ്മാൻ സാഹിബിന്റെ പേരിൽ മലപ്പുറത്തും ഒരു സാംസ്കാരിക സമുച്ചയം പ്രഖ്യാപിച്ചിരുന്നു. 1 വർഷമായി സർ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം എന്ന പ്രഖ്യാപനം ഉണ്ടായി സർ. ഏതൊക്കെ പഞ്ചായത്തിൽ നിലവാരമുള്ള കളിക്കളം ഉണ്ടാക്കി എന്ന് എനിക്കറിയില്ല സർ. എൻ്റെ കാഴ്ചയിൽ എവിടെയാണ് ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല സർ. അത് മാത്രമല്ല ഈ തവണ കായിക വകുപ്പിന് വേണ്ടത്ര പരിഗണന പോലും ഉണ്ടായിട്ടില്ല എന്നാണ് സർ എനിക്ക് ഈ ബജറ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ബജറ്റിനെ സംബന്ധിച്ച് എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ കാലത്ത് പറഞ്ഞൊക്കെ ആവർത്തിച്ചു പറഞ്ഞു എന്നല്ലാതെ അതൊന്നും നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഇതിൽ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. സാധാരണക്കാരെ ബാധിക്കുന്ന കോടതി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരായി ലോയേഴ്സ് ഫോറം ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ വലിയ പ്രക്ഷോഭം നടത്തി. എന്നിട്ട് ഇപ്പൊ ഇതാ വീണ്ടും കോടതി ഫീസ് വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇന്നും ഒരു അഭിഭാഷക സംഘടന സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ ബജറ്റ് വിഷയങ്ങളും അവഗണിച്ചിരിക്കാൻ സർ. ആശാ വർക്കർമാരെ ഈ ബജറ്റ് കണ്ടിട്ടില്ല, അംഗനവാടി വർക്കർമാരെ ഈ ബജറ്റ് സ്പർശിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും അസംതൃപ്തരാക്കി ജനകീയ പ്രശ്നങ്ങളൊന്നും തൊട്ടു തീണ്ടാത്ത ഈ ബജറ്റിനെ ഞാൻ എല്ലാ വിധേനയും എതിർക്കുകയാണ് സർ.